പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് താങ്ക് യു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് റീന മാം ആണ്. മാം സർട്ടിഫൈഡ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, സ്പെഷ്യലൈസ്ഡ് സ്റ്റുഡന്റ് കൗൺസിലർ ആണ് ആൻഡ് ലൈഫ് കോച്ച് ആണ്. മാമിനെ എല്ലാവർക്കും അറിയുമായിരിക്കും. മാം നമ്മുടെ മോർണിംഗ് സർക്കിളിലെ സ്ഥിരം പാർട്ടിസിപ്പന്റും ആണ്. ഒത്തിരി നല്ല ഫീഡ്ബാക്കുകൾ തന്നിട്ട് മോർണിംഗ് സർക്കിളിനെ മാം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Okay, ma'am. Good morning, everyone. Good morning, Reena. All the best. Thank you, ma'am. Okay. Good morning, my dear. നിന്റെ ആദ്യത്തെ സെഷൻ ആണല്ലേ റീന മാമിന്റെ? First presentation ആണ്. Yes, Hello. yes. സജന മാം, മാം എന്റെ ഫസ്റ്റ് പ്രസന്റേഷൻ ആണ്. അതായത് ഈ വിംപിൾ അക്കാഡമിയാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് എവരി വൺ. സജിന മാം എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞുവല്ലോ, അപ്പൊ ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വിംപിൾ അക്കാഡമി, ഈ വിംപിൾ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു ടോപ്പിക് പ്രസന്റേഷൻ അവസരം തന്ന വിംപിൾ അക്കാഡമി ഡയറക്ടർ ഫൈസൽ സാറിനോടും, അതുപോലെ തന്നെ സജിന മാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മുരളി മോഹൻ സാറിനും നന്ദി. ഇനി ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബ്രെയിൻ ഫോഗിനെ കുറിച്ചാണ്. ആർക്കെങ്കിലും ബ്രെയിൻ ഫോഗ് കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് ചെയ്തേക്കണേ. യെസ് കേട്ടിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. അപ്പം ഇനി ഞാനത് ബ്രെയിൻ ഫോഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പൊ അത് നിങ്ങളുടെ ലൈഫുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കൊള്ളണം, നിങ്ങളുടെ ലൈഫിൽ അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. അതായത് നമ്മൾ ഒരു സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരേ ജോലികളിൽ ഏർപ്പെട്ടിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ മൊബൈൽ ഫോൺ എവിടെയോ മറന്നു വെച്ചതായിട്ട് നമുക്ക് ഓർമ്മ വരും. അപ്പോഴത്തന്നെ നമ്മൾ ചെന്ന് മൊബൈൽ, അയ്യോ എവിടെയെന്ന് അറിയത്തില്ലല്ലേ. അപ്പൊ അവിടെ ഒരു വേർഡ് ഉണ്ട്, മറവി. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായി. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പം പെട്ടെന്ന് തക്കാളിയോ പച്ചമുളകോ നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്ന് ഓടി ചെന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ ഡോറ് തുറന്നിട്ട് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കും, അയ്യോ എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്, മറന്നുപോയല്ലോ. അതും ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം പെട്ടെന്ന് എന്ന് ആരെയോ വിളിക്കണം, എനിക്കിപ്പോ സൂസൻ മാമിനെ ഒന്ന് വിളിക്കണം, ഓടിച്ചെന്ന് ഞാൻ മൊബൈൽ ഫോൺ എടുക്കും. പക്ഷെ ആ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ചിന്ത വരുന്നത്, ഇത് ആരെ വിളിക്കാനായിരിക്കും ഞാൻ മൊബൈൽ ഫോൺ എടുത്തത്. അപ്പം അവിടെയും ഒരു മറവിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും രേഷ്മയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വേർഡ് ഇങ്ങനെ ആ ഒരു സെന്റൻസിൽ കണക്ട് ചെയ്യണം, പക്ഷെ പെട്ടെന്ന് ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ അതും ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങളിൽ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പല പ്രാവശ്യം ഇടയ്ക്കൊക്കെ പറ്റും. ഓക്കെ മാം, താങ്ക് യു മാം. ഇനി നമുക്ക് ഡീറ്റെയിൽ, ഇതൊരു അവസ്ഥ മാത്രമാണ്, ആരും ഭയക്കണ്ട. ഇതൊരു രോഗമല്ല. ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ഒരു അവസ്ഥ മാത്രമാണ്, ഇതൊരു രോഗമല്ല. അതുകൊണ്ട് ആരും മനസ്സിൽ അയ്യോ എനിക്കിങ്ങനെ ഒരു രോഗമുണ്ടല്ലോ, ചിലവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മറവി രോഗമുണ്ട് ഇങ്ങനെ. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇതൊരു അവസ്ഥ മാത്രമാണ്, ഇതൊരു രോഗമല്ല. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബ്രെയിൻ ഫോഗ്? ബ്രെയിൻ ഫോഗ് എന്താണ്? അതായത് നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോവുക, പിന്നെ ഡെയിലിയുള്ള ഡേ ടു ഡേ ലൈഫിൽ
നമുക്ക് അത് കറക്റ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങള്, നമുക്ക് നമ്മളുടെ ചിന്ത അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എനർജി കുറവായി തോന്നുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യുക. നമുക്ക് ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ ആ തോട്ട്സിനൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇത് മൊത്തത്തിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് ബ്രെയിൻ ഫോഗ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബ്രെയിൻ ഫോഗ് എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തതിലോട്ട് ഞാൻ കടക്കാൻ പോവാണ്. ഓക്കെ Okay. ഓക്കെ Yes, yes. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദി കോസസ് ഓഫ് ബ്രെയിൻ ഫോഗ്? ബ്രെയിൻ ഫോഗിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ, ലാക്ക് ഓഫ് സ്ലീപ്പ്. അതായത് നമുക്ക് വേണ്ടത്ര ഉറക്കം കിട്ടാതിരിക്കുകയോ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. അപ്പം ഇതുമൂലം നമുക്ക് ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ പകല് കംപ്ലീറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ രാത്രിയിൽ ബ്രെയിനിന്റെ ടോക്സിൻസ് ഒക്കെ പുറത്തു പോകണമെങ്കിൽ ബ്രെയിനിന് റെസ്റ്റ് വേണം. അപ്പൊ ആ റെസ്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ആ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് ഒരു മൂഡ് ആയിരിക്കും ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയെ നമുക്ക് ബാധിക്കുകയും ചെയ്യും. ആ ദിവസം കംപ്ലീറ്റ് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ ലാക്ക് ഓഫ് സ്ലീപ്പ് കൊണ്ട് നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാകാൻ കാരണമാണ്. സെക്കൻഡ് വൺ ഈസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അതായത് കടുത്ത മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഇതുമൂലവും നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു ബിസിനസ് തുടങ്ങി. അപ്പൊ ആ ബിസിനസ് പെട്ടെന്ന് അങ്ങ് തകർന്നു പോയപ്പം നമുക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ വന്ന്. അപ്പൊ ഇത് ആലോചിച്ച് നമുക്ക് എപ്പോഴും ചിന്തകൾ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യാ, ഇതിന് എന്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്? അപ്പൊ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരുന്നു, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് ബ്രെയിൻ ഫോഗിന്റെ ഒരു കോസ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലോസ് റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ടോ മരണപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്തും നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതിൽ നിന്നും ബ്രെയിൻ ഫോഗ്, അതും ഒരു ബ്രെയിൻ ഫോഗിന്റെ കോസ് ആണ്. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ്. അതായത് ഡ്യൂറിങ് മെനോപോസ്, പ്രഗ്നൻസി ആൻഡ് ദിസ് തൈറോയ്ഡ് ഇംബാലൻസ്. അപ്പൊ ഈ വിധത്തിലുള്ള ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ നമ്മുടെ ഫിസിക്കലായാലും മെന്റലായാലും അങ്ങനെയുള്ള എഫക്ട് ചെയ്യുകയും ഇതിനെ ബാധിക്കുകയും അതുവഴി നമുക്ക് ബ്രെയിൻ ഫോഗിന് കാരണമാകും. ഈ തൈറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ എല്ലാവരും കോമൺ ആയിട്ട് പറയാറുണ്ട്, അയ്യോ ഞാൻ ആ ഒരു കാര്യം ഒന്ന് മറന്നുപോയി, എനിക്ക് തൈറോയിഡ് ഉണ്ട്, TSH ഒക്കെ ഉണ്ട്, അതായിരിക്കും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തത്, ഞാൻ എവിടെ വെച്ചെന്നൊക്കെ കൂടെ മറന്നുപോകും, സംസാരിച്ചോണ്ടിരിക്കുമ്പം അടുത്ത കാര്യത്തിലോട്ട് കടക്കാൻ ഞാൻ മറന്നുപോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹലോ ഹലോ കേട്ടിട്ടുണ്ട്. Yes, yes, കേട്ടിട്ടുണ്ട്. അതെ റീന, അതെ. അപ്പൊ മെനോപോസ് സമയത്തും പ്രഗ്നൻസി സമയത്തും ഒക്കെ നമുക്ക് ഇതേപോലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഈ ബ്രെയിൻ ഫോഗ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. അതായത് വൈറ്റമിൻ D, B12, അയൺ തുടങ്ങിയ പോഷകങ്ങളുടെ അഭാവം ബ്രെയിൻ ഫോഗിന് കാരണമാവും. അപ്പൊ നമുക്ക് ഈ B12 അടങ്ങിയ എല്ലാവരും നമ്മളെ ഹെൽത്തിന് ശ്രദ്ധിക്കും അല്ലെ, ശാരീരികമായിട്ട് ഫുഡ് കൊടുത്ത് നല്ല ശരീരത്തെയൊക്കെ നല്ല പുഷ്ടിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ ബ്രെയിനിന്റെ ഹെൽത്തിനും നമുക്ക് ഫുഡ് ആവശ്യമാണ്. അപ്പൊ B12 അടങ്ങിയ പൊതുവായിട്ട് പനീർ, പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, ചിക്കൻ, മുട്ട, മത്തി, അയല, വാൾനട്ട് തുടങ്ങിയ ബ്രെയിൻ ഫോഗിന് ബ്രെയിൻ ഹെൽത്തി ആയിരിക്കാൻ ഇങ്ങനെയുള്ള B12 അടങ്ങിയ
പോഷകങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇതിന്റെ അഭാവം, ഇത് ഡെയിലി റൂട്ടീനിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഇതിന്റെ അഭാവം കൊണ്ട് നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാകാം. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. അതായത് ക്രോണിക് ഇൽനെസ് ലൈക്ക് കോവിഡ്, മൈഗ്രെയിൻ, തൈറോയിഡ്, ഡയബറ്റീസ് തുടങ്ങിയ ദീർഘകാല രോഗങ്ങൾ വഴി അതും നമ്മുടെ ഫിസിക്കലായാലും മെന്റലുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അതുവഴി ബ്രെയിൻ ഫോഗ് ഉണ്ടാകാനും കാരണമാണ്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. നമ്മുടെ ഹെൽത്ത് അനുസരിച്ചാണ് വെള്ളം കുടിക്കേണ്ടത്. കാരണം ചിലവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നല്ലതാണെങ്കിൽ 2 ലിറ്റർ ഒക്കെ മതിയാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജലാംശം നമ്മുടെ ശരീരത്തിൽ വേണം. ബ്രെയിനിലും വെള്ളത്തിന്റെ ആവശ്യകത ഉണ്ട്. അപ്പൊ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ നോക്കണം. പുവർ ഡയറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നല്ല പോഷക സമൃദ്ധമായ സമീകൃത ആഹാരം വേണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ആർക്കും സമയമില്ല എക്സസൈസ് ചെയ്യാൻ, ഫിസിക്കൽ ആൻഡ് മെന്റൽ എക്സസൈസ്. അപ്പൊ ലാക്ക് ഓഫ് പ്രോപ്പർ എക്സസൈസ് ഇതുവഴിയും നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാകാം. അതുപോലെ തന്നെ എക്സസ് യൂസ് ഓഫ് സ്ക്രീൻ ടൈം, നമ്മളെപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ എക്സസ് യൂസ് ഓഫ് സ്ക്രീൻ ടൈം. അതായത് ഇന്ന് നമുക്ക് കാണാം കോമൺ ആയിട്ട് ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ അവർക്ക് പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അവര് സ്കൂളിൽ പോകുമ്പോ എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് വന്ന് പേരൻസിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയാറുണ്ട്. പക്ഷെ ഇനി തൊട്ട് നമ്മൾ പേരൻസ് ആയ നമ്മൾ ശ്രദ്ധിക്കണം, ഇവര് സ്ക്രീൻ ടൈം അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടായിരിക്കും ഇത് ബ്രെയിൻ ഫോഗിന്റെ സിംറ്റം ആണ് എന്ന് നമുക്ക് ഇനി അതിനെ കണക്കാക്കാം. നെക്സ്റ്റ് ഒന്നെന്ന് വെച്ചാൽ 7ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് കോസസിന്റെ മെഡിക്കേഷൻസ്. അതായത് ചിലതരം മെഡിസിൻസ് നമ്മൾ മിക്കവാറും ഒക്കെ കോമൺ ആയിട്ട് മെഡിസിൻ എടുക്കുന്നവരായിരിക്കും. അപ്പൊ ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും ബ്രെയിൻ ഫോഗ് ഉണ്ടാകാം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്യാൻസറിനൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പം മെഡിസിൻസ് കൊടുക്കും. അപ്പൊ അവരൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്ക് രാത്രിയിൽ ഒരു രീതിയിൽ ഉറക്കം വരുന്നില്ല, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, മറവി ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അപ്പം മെഡിക്കേഷൻസും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ് ആണ് ബ്രെയിൻ ഫോഗ് വരാനുള്ള. എല്ലാവർക്കും വാട്ട് ആർ ദി കോസസ് ഓഫ് ബ്രെയിൻ ഫോഗ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആ പോയിന്റ്സ് പറയാം. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് സ്ലീപ്പ്, സെക്കൻഡ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, തേർഡ് ഹോർമോണൽ ചേഞ്ചസ്, നെക്സ്റ്റ് 4 ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, 5 മെഡിക്കൽ കണ്ടീഷൻസ്, 6 ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, 7 മെഡിക്കേഷൻസ്. ദീസ് ആർ ദി കോസസ് ഓഫ് ബ്രെയിൻ ഫോഗ്. ഓക്കെ, കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് കടക്കട്ടെ. അടുത്തതാണ് നമുക്കിപ്പം കോസസ് മനസ്സിലായി എല്ലാവർക്കും അല്ലെ. ബ്രെയിൻ ഫോഗിന്റെ ആരോ എന്തോ ഒരു ഡിസ്റ്റർബ് ആവുന്നേ, ഒന്ന് മ്യൂട്ട് ആക്കിയേക്കണേ. വിവോ, ഹലോ. ഹലോ. ഓക്കെ, അടുത്തതായിട്ട് ഹൗ ടു മാനേജ് ബ്രെയിൻ ഫോഗ്. നമുക്ക് കോസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇനി മുതൽ ശ്രദ്ധിച്ച് തുടങ്ങിക്കൊള്ളണേ. ഇത് ബ്രെയിൻ ഫോഗ് ആണല്ലോ. അപ്പൊ കോസസ് കണ്ടെത്തിയാൽ മാത്രം പോരാ, നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. പ്രോപ്പർ സ്ലീപ്പ്. അപ്പൊ ഒരു വ്യക്തി 7 to 9 hours എങ്കിലും നല്ല ക്വാളിറ്റി സ്ലീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ അതുമൂലം നമുക്ക് ഈ ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്യാം. നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഉറങ്ങാൻ കഴിയും. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാവിലെ മോർണിംഗിൽ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ്. അപ്പം ഒരു ഹോർമോൺ, നമ്മൾ ഉറങ്ങുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഹോർമോൺ ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഒന്ന് പറയാവോ? മെലാറ്റോണിൻ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു രശ്മ. മെലറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിന്റെ ഉൽപാദനം നമുക്ക് രാത്രിയിൽ നന്നായിട്ട് കിട്ടണമെങ്കിൽ പകൽ സമയത്ത് സൂര്യപ്രകാശം
കൊള്ളുന്നത് നല്ലതാണ്. അപ്പൊ രാത്രിയിൽ നല്ല രീതിയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം, നമ്മൾ മൊബൈൽ യൂസ് കുറയ്ക്കണം ഉറങ്ങുന്നതിന് മുമ്പ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആ ബ്ലൂ റേ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുകയും നമുക്ക് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ റൂമിനകത്തും നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യരുത്. അതിൽ നിന്നും നമുക്ക് ഉറക്കത്തിന്റെ അഭാവം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രോപ്പറായിട്ട് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും, നമുക്ക് മെമ്മറി പവർ കിട്ടും, നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാനും ഇതുമൂലം സാധിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഡെയിലി ഉള്ള ഉറക്കം. അത് വെറും ഒരു ഉറക്കമല്ല, ക്വാളിറ്റി സ്ലീപ്പ് ചെയ്യണം. ഓക്കെ. ഇനി സെക്കൻഡ് വൺ ഈസ് സ്ട്രെസ് മാനേജ്മെന്റ്. അതായത് നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ടെൻഷനൊക്കെ വന്നിട്ട് സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പല മാർഗങ്ങളും യൂസ് ചെയ്യാം. അതായത് മൈൻഡ്ഫുൾനെസ്, യോഗ, മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്. അപ്പൊ ഇതുമൂലം നമുക്ക് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ മൈൻഡ്ഫുൾനെസ് മീൻസ്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഞാനിപ്പോ ഈ ടോപ്പിക് ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണ്. എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയാൽ എന്റെ പോയിന്റ്സ് എല്ലാം മാറിപ്പോകും. അപ്പൊ നമ്മൾ ഏത് ഒരു പ്രവൃത്തി ചെയ്താലും അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ പ്രസന്റിലായിരിക്കണം. നമ്മൾ ഏതൊരു കാര്യത്തിനും പ്രസന്റ് സിറ്റുവേഷനിൽ തന്നെ ആ കാര്യം നമ്മൾ ചെയ്തിരിക്കണം. അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ യോഗ, ബ്രീത്തിങ് എക്സസൈസ്. യോഗ ചെയ്യുന്ന ഡെയിലി കുറച്ച് എല്ലാവർക്കും ഇപ്പോഴ് ബിസിയാണ്. രാവിലെ എഴുന്നേറ്റ ഇതിനൊന്നും സമയമില്ല അല്ലെ? അപ്പം ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലും നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കാം. അതുവഴി ബ്രെയിൻ ഫോഗ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം പുറത്തു പോയി പോസിറ്റീവ് ചിന്തകൾ അകത്ത് വരികയും നമ്മുടെ ഉള്ളിലോട്ട് പോവുകയും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും. ഈ ഇതിൽ കൂടി ബ്രീത്തിങ് എക്സർസൈസിൽ കൂടി, ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ് ആണ്. അതുവഴി ബ്രെയിനിന് ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിന്തകൾ ശരിയാവും, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും, മെമ്മറി പവർ കൂടും. അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺ ഉണ്ടല്ലേ, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സ്ട്രെസ് ഹോർമോൺ Cortisol. കോർട്ടിസോൾ. ഓക്കെ, താങ്ക് യു രേഷ്മ. അപ്പൊ ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷന് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ ഈ ഡെയിലി ഉള്ള ഈ യോഗയും മെഡിറ്റേഷനും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസും ഡീപ്പ് ബ്രീത്തിങ്, പ്രധാനമായിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്താൽ നമുക്ക് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും അതുവഴി സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുകയും ഇതുമൂലം നമുക്ക് ബ്രെയിൻ ഫോഗിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ബാലൻസ്ഡ് ഡയറ്റ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്, അവോയ്ഡ് ജങ്ക് ഫുഡ്. നല്ല ഭക്ഷണക്രമം നമുക്ക് ബ്രെയിനിന്റെ ഹെൽത്തിന്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ബ്രെയിനിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം നമുക്ക് കൊടുത്തിരിക്കണം, പ്രധാനമാണ്. അതുപോലെ വെറുതെയുള്ള ഭക്ഷണമല്ല, പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ഭക്ഷണമാണ് ബ്രെയിനിന് ആവശ്യം. അപ്പൊ ഇത് ലഭിക്കുന്നത് വഴി ബ്രെയിനിന് നല്ല എനർജി കിട്ടും. അപ്പൊ തിങ്കിങ് പവർ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും, മെമ്മറി പവർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ഡയറ്റിൽ ഡെയിലി റൂട്ടീനിൽ നമ്മുടെ ഡയറ്റിന് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അതിന് മോർണിംഗിൽ തന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ വെള്ളം അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആക്റ്റീവ് ആവാൻ തുടങ്ങും. രാവിലെ 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്താ രീതികളെല്ലാം കിട്ടും. നമ്മൾ ആക്റ്റീവായിട്ട് ആ ഒരു ദിവസം കംപ്ലീറ്റ് പ്രവർത്തിക്കും. ജലാംശം ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ജങ്ക് ഫുഡ് ഇപ്പം നമുക്ക് കണ്ടുവരുന്നുണ്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ, നമ്മുടെ മക്കളുടെ ഇടയിൽ എപ്പോഴും അവർക്ക് ഫാസ്റ്റ് ഫുഡ് വേണം.
ഡീഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വേണം, ജങ്ക് ഫുഡ് വേണം. അപ്പൊ ഇത് കഴിക്കുന്നത് വഴി ഒരുപാട് അസുഖങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഈ ബ്രെയിൻ ഫോഗിന് കാരണമാവും. അപ്പൊ കഴിവതും നമ്മൾ ഒരാഴ്ച ഒരു ദിവസം അങ്ങനെയുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ജങ്ക് ഫുഡും അതുപോലെ ഡീഫ്രോസ്റ്റഡ് ഫുഡും ഒക്കെ കൊടുക്കുന്നത് വഴി നമുക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് ഇതൊന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇനി 4th പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സൺലൈറ്റ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെ, നമുക്ക് രാവിലെ എല്ലാ ദിവസവും കുറച്ചു നേരം സൂര്യപ്രകാശത്തിന്റെ കൊള്ളുന്നത് നല്ലതാണ്. അതിൽ നിന്ന് നമുക്ക് മെലട്ടോണിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും രാത്രിയിൽ നല്ല രീതിയിൽ നമുക്ക് സ്ലീപ്പ് കിട്ടുകയും ചെയ്യും, അതായത് ക്വാളിറ്റി സ്ലീപ്പ്. അപ്പം ഇതൊക്കെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസുമായിട്ട്. അതുപോലെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഡീപ്പ് ബ്രീത്തിങ്. അപ്പം നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് സ്ട്രെച്ചിങ്, ഡീപ്പായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ബിസിയാണ്. ആ സമയത്ത് നമുക്ക് കൈയും കാലും എല്ലാം ഒക്കെ ഒന്ന് നിവർത്തി ഡീപ്പായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് മൂലം നമുക്ക് ബ്രെയിനിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ അതുവഴി അവസരം ഉണ്ടാവും. അപ്പൊ ഇതുമൂലം നമുക്ക് ബ്രെയിനിന് നല്ല ആക്റ്റീവ് ആവും, എനർജി കിട്ടും, നമുക്ക് മെമ്മറി പവറൊക്കെ വീണ്ടെടുക്കാം. ഇത് ഒരു നല്ല മാർഗമാണ് മാനേജ് ടു ബ്രെയിൻ ഫോഗ്. 5th വൺ ഈസ് മെഡിക്കൽ ഇവാലുവേഷൻ. അപ്പൊ നമുക്ക് ഈ ബ്രെയിൻ മറതി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു വൈദ്യസഹായം തേടാം, നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കാൻ അതുമൂലം സാധിക്കും വൈദ്യസഹായത്തിലൂടെ. ആരും ഇത് മറ്റുള്ളവരൊന്നും അറിയണ്ട എന്ന് വിചാരിച്ചിരിക്കണ്ട. കാരണം അത് പിന്നെ വേറെ നമുക്ക് ടെൻഷൻ വന്ന്, സ്ട്രെസ് വന്ന്, ആങ്സൈറ്റി വന്ന് പിന്നെ അതങ്ങ് തുടർന്ന് പോയാൽ, അതായത് പ്രലോങ് ആയിട്ടങ്ങ് പോകുമ്പം മറ്റുള്ള അസുഖങ്ങൾക്ക് അത് വേറെ രീതിയിലോട്ട് മാറും. അപ്പൊ അത് കാരണം നമുക്കൊരു മെഡിക്കൽ ഇവാലുവേഷൻ നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മറന്നു പോവുകയോ അതുപോലെ തന്നെ സ്ലീപ്പ് കറക്റ്റ് ആവുകയോ ചെയ്തില്ലെങ്കിൽ. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് എൻഗേജ് ഇൻ ഹോബീസ്. അതായത് നല്ല സൗഹൃദങ്ങള്, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങള്, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രെയിനൊക്കെ നല്ല ഹാപ്പിനെസ് കിട്ടും. അതുമൂലം നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, എല്ലാ പ്രവർത്തികളും ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുന്ന ഹോർമോൺ ഏതാണ്? ഹാപ്പിനെസ് Dopamine. ഡോപ്പമൈൻ അല്ലെ. പ്രധാനമായിട്ട് 3 ഹോർമോൺസ് ഉണ്ട്: ഡോപ്പമൈൻ, സെറാട്ടോണിൻ, അതുപോലെ തന്നെ എൻഡോർഫിൻ. ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയും കുടുംബ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്യാം. ചിലവരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും, അല്ലെ? എല്ലാവരെയൊക്കെ അകറ്റി നിർത്തി ഞാൻ മാത്രം മതി. പക്ഷെ അവർക്ക് കാലക്രമേണ ഈ ബ്രെയിൻ ഫോഗിന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഹോബികൾ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ പല ഹോബീസ് ഉണ്ട്. ചിലവർക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, മറ്റു ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ചിലവർക്ക് റീഡിങ് ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ വെറുതെ ഡള്ളായിട്ട് മനസ്സ് വെച്ചിരിക്കാതെ പല പല ഹോബികളിൽ നമ്മൾ ഏർപ്പെടണം. അപ്പൊ മനസ്സിന് നല്ല ഹാപ്പിനെസ് കിട്ടും. അതുവഴി ബ്രെയിനും ഹാപ്പി ആവും, ഹെൽത്തി ആവും, എനർജറ്റിക് ആവും. അതുവഴി നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഹെൽത്ത്, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും കിട്ടും. നമ്മളെ ഹെൽത്ത്, ചിന്തിക്കാനുള്ള ഒരു നല്ല ശക്തി കിട്ടുമ്പോഴാണ് നമ്മൾ ശാരീരികമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതുമൂലം മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് എൻഗേജ് ഇൻ ഹോബീസ്, ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മുടെ ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. ഓക്കെ, ഇനി 7 പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ്, സ്റ്റാർട്ട് റൈറ്റിംഗ്, ഡു സിമ്പിൾ കാൽക്കുലേഷൻസ്. അതായത് നമുക്ക് പുതിയ സ്കില്ലുകള്, ന്യൂ സ്കിൽസ്, ന്യൂ ലാംഗ്വേജസ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും ഒക്കെ പുതിയ പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കുന്നവരായിരിക്കും.
കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വിംബിൾ അക്കാഡമിയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനും ഫീഡ്ബാക്കുകൾ പറയാനും ഒക്കെ കഴിയുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടി ഉണ്ടായിരിക്കും. കാരണം അപ്പൊ അത് കാരണം പുതിയ സ്കിൽ, പുതിയ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും, നമുക്ക് എല്ലാ പ്രവർത്തികളും ഹാപ്പി ആയിട്ട് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിംഗ് കൊണ്ടും നമ്മുടെ ഐഡിയാസ് ഒക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഐഡിയാസ് ഒക്കെ നല്ല ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എഴുത്തിൽ കൂടി നമുക്ക് കഴിയും. എഴുതുന്നതിൽ കൂടി ഇപ്പൊ ഒന്നും നമുക്ക് എഴുതാനില്ല എന്ന് വിചാരിച്ചാലും ഒരു ഗ്രാറ്റിറ്റ്യൂഡോ അഫർമേഷനോ ഒക്കെ എഴുതാം. ഡെയിലി റൂട്ടീന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അപ്പൊ നമുക്ക് നല്ല ചിന്താശക്തി കിട്ടും, നമ്മൾക്ക് ഐഡിയകളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എഴുത്തും റൈറ്റിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രെയിൻ ഫോഗിനെ മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ കാൽക്കുലേഷൻസ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, അങ്ങനെ കുഞ്ഞു ഇപ്പൊ 10+10 നമ്മൾ എഴുതി തന്നെ അത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ബ്രെയിൻ നല്ല ആക്റ്റീവ് ആവും. അതായത് നമുക്ക് അതുമൂലം ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കാൽക്കുലേഷൻസ് ചെയ്യുന്നത് മൂലം നമ്മുടെ തിങ്കിങ് പവർ ഫാസ്റ്റ് ആയിട്ട് നീങ്ങും. പിന്നെ ആലോചിച്ചിരിക്കാൻ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാം ഇതുമൂലം, ഈ കാൽക്കുലേഷൻസിനെ മെച്ചപ്പെടുത്തിയാൽ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികളിലൊക്കെ നമ്മൾ ഏർപ്പെടണം. ഡെവലപ്പിംഗ് റീഡിംഗ് ഹാബിറ്റ്സ്, സ്റ്റാർട്ട് റൈറ്റിംഗ്, ഡു സിമ്പിൾ കാൽക്കുലേഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ വായിക്കാൻ നമുക്ക് ബുക്കുകളൊന്നുമില്ല, പക്ഷെ ഡെയിലി ഉള്ള നമ്മളെ പത്രമെങ്കിലും എടുത്തു വെച്ച് വായിക്കുമ്പം നമുക്ക് ബ്രെയിൻ നല്ല ആക്റ്റീവ് ആവും, നമുക്ക് ഹാപ്പിനെസ് കിട്ടും, കോൺസെൻട്രേഷൻ കിട്ടും, മെമ്മറി പവർ കൂടാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം എന്റെ ഇതേപോലുള്ള ഹൗ ടു മാനേജ് ബ്രെയിൻ ഫോഗ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ അതിന്റെ പോയിന്റ്സുകൾ പറയാം. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ സ്ലീപ്പ്, സെക്കൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, തേർഡ് maintain balanced diet, stay hydrated, avoid junk food. Next, physical activities, medical evaluation, maintain positive relationship and engage in hobbies, developing habits, developing reading habits, start writing, do simple calculations. These are the causes of how to manage brain fog. ഓക്കെ, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ഇത് കോസസും സൊല്യൂഷൻസും, വാട്ട് ഈസ് ബ്രെയിൻ ഫോഗ്, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് കുറച്ച് ഒരു ലഘു വിവരണം തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പൊ എല്ലാവർക്കും ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും, നമുക്ക് ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ കാണും. നമ്മളും അതിന് പോഷക സമൃദ്ധി ചോറും മീൻകറിയും മാത്രം കഴിച്ചോണ്ടിരിക്കും. അതിലൊരു പോഷക B12 അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പം കാലക്രമേണ നമുക്ക് ഈ മറതി രോഗമൊക്കെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഇപ്പം സുസമ്മാവിനെ പോലെയൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു. എന്റെ ഫസ്റ്റ് പ്രസന്റേഷൻ ആണ് അത്. ഈ വിംബിൾ അക്കാഡമിയിൽ കൂടിയാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നത്. അതിൽ വിംബിൾ അക്കാഡമിയുടെ എല്ലാ അംഗങ്ങൾക്കും, എസ്പെഷ്യലി സജിന മാം, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് എനർജി, ഒരുപാട് വാക്കുകളിൽ കൂടി തരുന്ന എൻ്റെ സൂസമ്മ, അതുപോലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മുരളി മോഹൻ സാറിനും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഗുഡ് മോർണിംഗ് റീന. ഗുഡ് മോർണിംഗ് മാം. എക്സലന്റ് സെഷൻ. ഒരു മഴ പെയ്ത് തോർന്നു കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ട്, ആൻഡ് യു ഡിഡ് ഇറ്റ് ഇൻ സച്ച് എ സ്ട്രക്ചേർഡ് മാനർ. ബ്രെയിൻ ഫോഗ് എന്താണെന്നും അതിന്റെ കോസസ് എന്താണെന്നും അതിനെന്ത് ചെയ്യാം എന്നൊക്കെ വളരെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ കവർ ചെയ്തു. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി, അത് സമ്മറൈസ് ചെയ്ത് വളരെ ഇഫക്റ്റീവായിട്ട് നല്ലൊരു സെഷൻ ആയിരുന്നു. എക്സലന്റ് സെഷൻ, വെരി ഗുഡ് പ്രസന്റേഷൻ, വെരി എനർജറ്റിക്. സോ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.
മാമിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തി അങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ ഇനി മുന്നോട്ടാണ്, പിന്നോട്ടില്ല. മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുക തീർച്ചയായിട്ടും. ഓക്കെ മാം, താങ്ക് യു മാം. വെരി ഗുഡ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ചെയ്യാന്ന് പറയത്തോലുമില്ല, അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തു. താങ്ക് യു. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. ട്രെയിനിങ് മാം ആണല്ലോ, പിന്നെ മെച്ചപ്പെട്ടല്ലേ പറ്റുള്ളൂ. മാമിന്റെ സ്റ്റുഡന്റ് ഞാൻ ആദ്യം ഇങ്ങനെ മാം ഒരു ഫീഡ്ബാക്ക് എനിക്ക് എന്തോ പറഞ്ഞു, ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ. അപ്പൊ മാമിന്റെ അടുത്ത് ഞാൻ ഒരു പോയിന്റ് എഴുതിയിട്ട് ഞാൻ കണ്ടെത്തി നടന്ന ഒരു ആ വ്യക്തിയെ ഞാൻ കണ്ടെത്തിയുള്ളൂ. മാമിന് ഓർമ്മയുണ്ടോ? ഓ, താങ്ക് യു. ഐ എം റിയലി ഹംബിൾഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് താങ്ക് യു, യു. താങ്ക് യു. കൺഗ്രാചുലേഷൻസ്. ഓക്കെ. Morning, Reena ma'am. ഗുഡ് മോർണിംഗ്. Very excellent presentation. ഓക്കെ, താങ്ക് യു മാം. ഹായ് റീന മാം. ഹായ് റീന മാം. ഓക്കെ, നാസില. ഹായ്, സൂപ്പർ ആയിരുന്നേ. താങ്ക് യു, ഫസ്റ്റ് സെക്ഷൻ ആണെന്ന് നമുക്ക് തോന്നുകയില്ല. അടിപൊളി. താങ്ക് യു. അത് മാത്രമല്ല, കാര്യങ്ങൾ നല്ല അടുക്കി പറക്കി പറയുകയായിരുന്നു കേട്ടോ. നല്ല ഓർഡറിന് നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സൂപ്പർ. ഓക്കെ, താങ്ക് യു മാം. ഫസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. ഓക്കെ, ഓക്കെ, ഇനി മുന്നോട്ടേ ഉള്ളു കേട്ടോ. അടിപൊളി. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് റീന മാം. റീന ചാറ്റ് ബോക്സിൽ നോക്കണേ, ഇഷ്ടംപോലെ ഫീഡ്ബാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. റീന മാം ഗുഡ് മോർണിംഗ്. സുഷി ഷർജെ. ഒരുമിച്ചൊരു സെഷൻ ചെയ്യുന്നുണ്ട് നമ്മള്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സൗണ്ടിനും ഇന്ററാക്ഷൻ സെഷനും പ്ലസന്റ് മുഖം തന്നെ എപ്പോഴും പ്രകാശമായിട്ടാണ് ഇരുന്നത്. ക്ലാസ്സിലുടനീളം ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ക്ലാസ് എടുത്തതുപോലെയാണ് ഫീൽ ആയത്. പോയിന്റ് വൈസ് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാൻ പറ്റി എന്നുള്ളതാണ്. അതിന്റെ മുന്നോട്ട് നമ്മുടെ സൂസൻ മാമിന്റെ ഒരുപാട് മോട്ടിവേഷൻ അതിലുണ്ടെന്ന് എനിക്ക് ആ പറച്ചിലിൽ തന്നെ എനിക്ക് തോന്നി. ഫുള്ളത് ഉടനീളം. ഓക്കെ, താങ്ക് യു. നല്ല സെഷൻ കേട്ടോ. ഓക്കെ, താങ്ക് യു സുഷി മാം. താങ്ക് യു. റീന മാം, സൂപ്പർ പ്രസന്റേഷൻ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് ബ്രെയിൻ ഫോഗിനെ കുറിച്ചിട്ട്. അപ്പൊ അതിലെല്ലാ പോയിന്റ്സും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അത് ആളുകൾക്ക് മനസ്സിലാവണമെന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു. അപ്പൊ അത് കുറച്ചുകൂടി മനസ്സിൽ തങ്ങി നിൽക്കും. ഫസ്റ്റ് പ്രസന്റേഷൻ ഒന്നും പറയില്ല, എല്ലാം നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു. എല്ലാം വളരെ നല്ല പോയിന്റ്സ് ആയിരുന്നു. നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. സോ സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു രേഷ്മ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രേഷ്മ. ഓക്കെ. ഗുഡ് മോർണിംഗ് റീന മാം. ഏറ്റവും നല്ല ക്ലാസ് കേട്ടോ. എല്ലാം മനസ്സിലായി, 100% മനസ്സിലായി. ഏറ്റവും നല്ല ക്ലാസ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു കോമളവല്ലി മാം. താങ്ക് യു. ഹലോ റീന മാം. ദീപ്തി മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ആദ്യത്തെ ക്ലാസ് ആണെന്ന് ഒരിക്കലും തോന്നത്തില്ലായിരുന്നു. നല്ല പ്രസന്റേഷൻ. കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് മനസ്സിലായി. വെരി ഗുഡ് പ്രസന്റേഷൻ. ഓക്കെ റീന മാം, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ വാക്കുകളാണ് എന്റെ എനർജി. താങ്ക് യു മാം. അല്ല, ഇത് ഭംഗി വാക്കല്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ബിന്ദു മാം താങ്ക് യു. സുജ താങ്ക് യു. ജമീല മാം താങ്ക് യു. ഷീജ മാം താങ്ക് യു. അജിരാജ് സർ താങ്ക് യു സർ. തസ്ലീമ മാം താങ്ക് യു. ഷീജ താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മെസ്സേജ്. ഹലോ. You have done it very clearly, and in time is very correct. I noticed it. 6.2 minutes. Time is 6.2. Then you completed it. It was very structured. Okay. Thank you, Bindu ma'am, for your valuable information about this brain fog. Thank you, Bindu. Okay, ma'am. Thank you. Okay. കഴിഞ്ഞ ഇവിടെ നിൽക്കേണ്ട ആളല്ല കേട്ടോ. അതെ എന്റെ നേരത്തെ അതാ കൈവിട്ട് പോയി, ഇനി പറന്നു പോകാം.
ഞാൻ റീന മാമിനോട് ഇന്ന് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ടുള്ളതല്ലേ റീന മാം? ആ ചോദിച്ചപ്പോ ഞാൻ ആ പറഞ്ഞു മാം ഞാൻ ആ ഓക്കെ ആണ്, പക്ഷേ ആ, സ്റ്റാർട്ടിങ് ആദ്യമായിട്ട് ഞാൻ അതെ മാമിനോട് അതെ പറഞ്ഞു. ആദ്യമായിട്ട് തന്നെ എടുക്കാൻ ക്ലാസ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, മോർണിംഗ് സർക്കിളിൽ പിന്നെ റീന മാം എപ്പോഴും വരുന്നതല്ലേ, അപ്പൊ അറിയുന്നതല്ലേ ഞാനിപ്പോ എന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ചയായിട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച വന്നത് തന്നെ എന്നെ തന്നെ ഞാൻ റെഡിയാക്കാൻ വന്നിരിക്കുകയായിരുന്നു. എന്തായാലും അതാണ് ഇത്ര ആ അതെ അതെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരിക്കലും പറയില്ല, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കണം എന്ന് ഒരിക്കലും പറയില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഫേസിൽ, അതുപോലെ നല്ല പ്ലസന്റ് ആയിരുന്നു. ഓരോരോ നമ്മൾ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ട്രെയിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങളൊക്കെ മാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടാ. അല്ലെ ഓക്കെ സൂസൻ മാം? വൈകിപ്പോയി കുഴപ്പമില്ല, ഇനി അവിടുന്ന് മുന്നോട്ടല്ലേ. അതെ താങ്ക് പിന്നെ യു. നല്ല അതെ അതെ അതാ റിച്ച് ആയിരുന്നു കേട്ടാ, കോണ്ടന്റ് റിച്ച് ആയിരുന്നു, ആ കുറെ പോയിന്റ്സ് കിട്ടി. താങ്ക് യു സോ മച്ച്. ഇത് സ്റ്റോറിയിൽ കൂടി അവതരിപ്പിക്കണമെന്ന് ഇടയ്ക്ക് കണ്ട്, പക്ഷെ ഇതിനൊരു സ്റ്റോറി ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് നമ്മുടെ ഒരു ബോഡി പാർട്ട് അല്ലേ, അപ്പൊ അതിനൊരു സ്റ്റോറി വരുന്നില്ല. താങ്ക് യു പക്ഷേ ഫോർ യുവർ ഈ ഹലോ. ബ്രെയിൻ ഫോഗ് നമ്മള് ഏഹ്, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു യെസ് സംഭവമാണ്. ഈ ഹൈപ്പോതൈറോയിഡിസം ഇതിനൊരു പ്രധാന കാരണമാണ്. കറക്റ്റ് ആണ്. ഈ എനിക്കറിയാവുന്ന ഒരാള് ഒരു 2 മാസം മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. പ്രായം കുറഞ്ഞ ഒരാള്, 53 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. ഷി വാസ് ഹൈപ്പോതൈറോയിഡ് പേഷ്യന്റ്, ടേക്കിംഗ് മെഡിസിൻസ് കണ്ടിന്യൂസ്ലി. അവര് പറഞ്ഞത് ബ്രെയിന് ചുരുങ്ങിപ്പോയി എന്നാണ്. അവര് പെട്ടെന്നൊരു ഇതിലേക്ക് വന്നിട്ട് ബ്രെയിന് അവര് മരിച്ചുപോയി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ബ്രെയിൻ ഫോഗ് ശ്രദ്ധിക്കപ്പെടാതെ പോയതാവാമെന്നാണ്. അതാണ് ഞാൻ പോയിന്റിൽ സൂചിപ്പിച്ചത്. നമുക്ക് ഒരു ഇവാലുവേഷൻ ചെയ്യണം, അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. അതായത് കുറച്ച് 1-2 ദിവസം അല്ലെ ഒരാഴ്ച കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു വൈദ്യസഹായം നമ്മൾ തേടിയിരിക്കണം. അത് മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള അത് മരണത്തെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അതുമൂലമാണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതെ അതെ ഓക്കെ, താങ്ക് യു. അതെ, ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അതാണ്, ബ്രെയിന് ചുരുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ വേറൊരു ഇത് ചിലപ്പോ അറിയാൻ പറ്റൂല, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടും അതെ, അങ്ങനെ ഹൈപ്പോതൈറോയിഡ് പേഷ്യന്റ് ആയിരുന്നു. ഒരു സ്ട്രെസ് ഉണ്ടാവാം, അതങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതായിരിക്കാം. അത് ഇനിയിപ്പോ ഡോക്ടേഴ്സിനൊക്കെ അറിയാൻ പറ്റൂ. രാജേന്ദ്ര സാർ ഇവിടെ ഇല്ലേ? അത്ര ഡീപ്പായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഇന്ന് ഡോക്ടർ രാജേന്ദ്രൻ ഇല്ല. സാർ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഇനിയുള്ള പ്രസന്റേഷനുകളിൽ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ പ്രസന്റ് ചെയ്യോ അല്ല വേറെ എവിടേക്കെങ്കിലും പോവാന്നാണ് എന്റെ സംശയം. അതാ ഞാൻ പറഞ്ഞേ, കൈവിട്ടു പോയി. ഞാൻ എങ്ങ പാടില്ല. എന്റെ കൊച്ചറിവ് സൂസമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും കൊണ്ട് നമ്മൾ ചുരുങ്ങി ഇവിടെ കഴിഞ്ഞു പോകത്തേ ഉള്ളേ. അതാ, you know what, it really makes me feel proud. താങ്ക് യു. യെസ്, എന്റെ ഒരു സ്റ്റുഡന്റ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പം ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല. സോ കറക്റ്റ് ആണ് മാം. എന്റെ മുരളി God മോഹൻ bless. സാറും ഇത് ഞാൻ മുരളി മോഹൻ സാറിന്റെ അടുത്ത് പറഞ്ഞ്, സാർ ഇവിടെ വന്ന് ഇരിക്കണ്ട, സാർ വരേ ചെയ്യരുത്, എനിക്ക് എല്ലാ കയ്യിൽ നിന്ന് പോകും, സാർ വോയിസ് ക്ലിപ്പ് കേട്ടോ, സാർ വരട്ട. അങ്ങനെ അത് ശരി. Anyway, well done. ഓക്കെ, സജിന മാം. അതെ അതെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ മോഹൻ മാം താങ്ക് യു മാം. ജമീല മാം താങ്ക് യു. ഓക്കെ, ഇനി അനേകം അവസരങ്ങൾ ഇതുപോലെ കിട്ടി മുകളിലോട്ട് തന്നെ പറക്കട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ മാം, താങ്ക് യു ഫോർ യുവർ എല്ലാവരുടെയും ഫീഡ്ബാക്കിന് നന്ദി. എനിക്കൊരു പോസിറ്റീവ് എനർജി തന്നതിന്. എനിക്ക് മുന്നോട്ട് ഒരു സ്മോൾ സ്റ്റെപ്പാണ് ഇവിടെ നിന്ന് തുടങ്ങിയത്.
ഇനി ഞാൻ അതൊരു ബിഗ് സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാൻ ട്രൈ ചെയ്യും വിത്ത് സൂസമ്മ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.